ഇത് കണ്ടോ, പുഴകളിലെല്ലാം വെള്ളമായി. വല വീശുന്ന രംഗം കണ്ടോ. അവരങ്ങോട്ട് വലയെടുത്ത് അങ്ങോട്ട് വീശി അങ്ങോട്ട് എറിയുന്ന രംഗമാണത് കണ്ടോ. വല അങ്ങോട്ട് വിടർന്ന് ചെന്ന് അങ്ങോട്ട് വീഴുന്നത് കണ്ടോ. എത്ര ഭംഗിക്കാണ് ചെന്ന് വീഴുന്നത് കണ്ടോ. അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ഒരേ സമയത്താണ് ഇങ്ങനെ വീശി എറിയുന്നത്. അതെന്താ രണ്ടുപേരുടെ ഒന്നിച്ചങ്ങനെ എറിയുന്നത് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ ഒരു സൈഡിലെ മീൻ തെന്നി ഇപ്പുറത്തോട്ട് പോന്നു കഴിഞ്ഞാലും അതിനെ കിട്ടാൻ വേണ്ടിയായിരിക്കാം. ഈ വല വീശി കഴിഞ്ഞിട്ട് ഈ വല ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കേരള ലോട്ടറി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കുന്ന പോലെയല്ല അവരുടെ മാനസികാവസ്ഥ അല്ലേ. നോക്കിയാൽ വലിച്ചെടുക്കുക, ഒരു 5000 രൂപയുണ്ടോ 100 രൂപയുണ്ടോ 200 രൂപയുണ്ടോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അവർ വലിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. ഇത് കണ്ടോ, വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവരിങ്ങനെ സാവധാനം ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. മറ്റേ അദ്ദേഹത്തിനും ഒന്നുമില്ല. ഈ പ്രാവശ്യം അവരിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക. കുറച്ചുകൂടെ മാറിയിട്ടെ ആ ചുമല വലയുള്ള ആൾ ഇപ്പുറത്ത് വന്നു, ആ നീല വലയുള്ള ആൾ അപ്പുറത്ത് പോയി. അടുത്ത വീശുവാണ്. അവർ അങ്ങോട്ട് കണ്ടോ വലിച്ചങ്ങോട്ട് എറിയുകയാണ്. ഓട്ടി അങ്ങോട്ട് വിടർന്ന് വരികയാണ് കണ്ടോ. വല വിടർന്ന് അങ്ങോട്ട് വരുന്ന കണ്ടോ. അങ്ങോട്ട് ചെന്ന് വീഴുകയാണ്. ഈ പ്രാവശ്യമെങ്കിലും വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് നോക്കാം വല്ല പ്രതീക്ഷയുണ്ടോ എന്നുള്ള. ശരിക്കും നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെയല്ലേ, ലോട്ടറി എടുക്കുന്ന പോലെ അടുത്തതിന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. എങ്ങനെയാവുമോ. പക്ഷേ ഈ മീനൊക്കെ വളരെ ബുദ്ധിമാന്മാരാണ് കേട്ടോ. ഇവർ ഈ വലയെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് കഴിയുമ്പം മീൻ ഈ വെള്ളത്തിൽ വന്ന് പൊങ്ങി നോക്കിയിട്ട് പോകുന്ന കാണാം. അത് കണ്ടുകൊണ്ടുള്ള ഒരു പ്രതീക്ഷയ്ക്കാണ് ഇവർ രണ്ടുപേരൂടെ വീണ്ടും വല വീശുന്നത്. ഇതെന്താ ഈ രണ്ടുപേരുടെ ഒന്നിച്ച് ഇങ്ങനെ ഒരേ സ്ഥലത്ത് വീശുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ അങ്ങാപ്പുറത്ത് ഒക്കെ ഉണ്ട്, ഒത്തിരി പേര് നിൽപ്പുണ്ട്. ഒന്ന് നോക്കാം. ഒരു രക്ഷയില്ല. ഈ പ്രാവശ്യവും കിട്ടിയില്ല കേട്ടോ. മറ്റേ നീലവലക്കാരനോ വല്ലതും ഉണ്ടോ? ഇല്ല, 2 പേർക്കും ഇല്ല. മഴയും ചാറാൻ തുടങ്ങുന്നുണ്ടല്ലോ. ഇതൊരു പാലത്തിൻ്റെ അടിഭാഗമാണ്. നമുക്ക് മേലോട്ട് ഇതുണ്ടോ കയറി. ഞാൻ ഈ പാലത്തെ വന്ന് നിൽക്കുക. അവർ അവിടെ നിന്ന് ഇപ്പോഴും വീശുന്നുണ്ട്. മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് തൊട്ടങ്ങാപ്പുറത്തും എല്ലാം ചൂണ്ടയിടലുകാരുണ്ട്. നമുക്ക് അവരെയും പോയി ഒന്ന് കാണാം. ഇവർ ഒന്നും കൂടെ വീശുന്നത് നോക്കട്ടെ. ഇത് കണ്ടോ, ഈ പുഴയും കണ്ടോ അവർ വീശി. ഈ പുഴയും ആ പാടശേഖരം എല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുന്നുണ്ടോ. നല്ല വെള്ളമാണ്, നല്ല മൊത്തം വെള്ളം കയറി കിടക്കുകയാണ് കണ്ടോ. ഒരു രക്ഷയില്ല എന്ന് തോന്നുന്നു ഈ പ്രാവശ്യം. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അതേ മഴ നല്ല ഒരു ദൂരം പെയ്യും. ഞാൻ അപ്പുറത്തോട്ട് പോവാം. ഇത് കണ്ടോ, ഇവിടെ ഈ ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നുണ്ട്, കാറുകളൊക്കെ. ഈ കാറുകളൊക്കെ എന്തിനാണെന്നാണെന്നറിയാം. ഈ കാറേ വന്നവർ മുഴുവൻ വലയും ചൂണ്ടയും ഒക്കെ ആയിട്ട് വന്നവരാണ്. ഇവർ മുഴുവൻ ഈ സൈഡിൽ ഇരുന്നുകൊണ്ട് ചൂണ്ടയിടിയിലും ബഹളമൊക്കെയാണ്. കണ്ടോണം. ഇത് കണ്ടോ, ഈ ആൾക്കാർ മുഴുവൻ കണ്ടോ. ഇതെല്ലാം ഈ വെള്ളം കയറിയിട്ട് ഈ ചൂണ്ടയിടുന്നവരെ കാണാൻ വരുന്നവരാണ്. ഈ ഒക്കത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കോട്ടയമാണ്. കോട്ടയത്തുകാർക്ക് ഈ ഇങ്ങനെ ഒരു നമുക്ക് ഈ വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കിവിടെ ഉത്സവമാണ്. നോക്കിയേ എന്തുമാത്രം ആൾക്കാരെ നോക്കുന്നത് കണ്ടോ. ഇവിടെ ഈ ചൂണ്ടയിടുന്നത് കണ്ടോ. ഇത് മുഴുവൻ നമുക്കിവിടെ ഉത്സവമാണ്. ഈ വെള്ളം കയറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വന്നാൽ മതി, നമ്മൾ കോട്ടയംകാർ മുഴുവൻ ഇങ്ങനെ വരും. എന്നിട്ട് ചൂണ്ടയിടിയിലാണ് നമ്മുടെ ഒരു വലിയൊരു ഹോബിയാണ്. ഇത് കണ്ടോ, ആർക്കും ഒന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് ഒരു പക്ഷേ എല്ലാം എടുത്തു വെച്ചോ, മീനും കൊണ്ട് ഞാനിപ്പോൾ അങ്ങ് വരുമെന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. എങ്ങനെയാവുമോ. മീനൊന്നും കിട്ടിയില്ല. എവിടെ നിന്നെങ്കിലും ഇപ്പം വാങ്ങിച്ചോണ്ടാണ് വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തുള്ളൂ പലർക്കും. ഇതുകൊണ്ടോ ഈ കിടക്കുന്ന വാഹനങ്ങളെ മുഴുവൻ വന്നാൽ അങ്ങനെയാണ്. ഈ പള്ളിയുണ്ടോ, ഇത് പുതുപ്പള്ളി പള്ളി. ഈ പുതുപ്പള്ളി പള്ളിയുടെ സൈഡിലാണ് ഈ എല്ലാവരും വന്ന് ഈ ചൂണ്ടയിടുന്നത് കണ്ടോ. പുതുപ്പള്ളി പള്ളിയുടെ സൈഡിലാണ്. ഇവിടെ മുഴുവൻ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നുണ്ടോ. ഇപ്പം നല്ല വെള്ളമായി, അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത് കണ്ടോ, ഈ വെള്ളത്തിന് ഇപ്പം നിശ്ചലമായിട്ട് കിടക്കുന്ന ഈ സമയത്ത് ആ പള്ളിയുടെ ആ നിഴൽ കണ്ടോ, അതിനകത്ത് എത്ര ഭംഗിയാണെന്ന് കണ്ടോ. ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. ഇത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പള്ളിയാണ്. അതിൻ്റെ മുൻവശത്താണ് ഈ നമ്മൾ ഈ ചൂണ്ടയിടുന്നവരെല്ലാം ഉള്ളത്.